ഹായ് ഗൈസ്, എൻ്റെ പേര് ആദിത്യ. അപ്പോൾ ഞാൻ എൻ്റെ വീക്കിലി ട്രേഡ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മെയിൻലി യൂറോ USD ട്രേഡ് ചെയ്യുക. യൂറോ USD ലണ്ടൻ സെഷൻ മാത്രമാണ് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ വീക്ക് നമുക്ക് ഏകദേശം ഒരു 0.25 to 23 ആ റേഞ്ചിലൊരു ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ വീക്ക് കാണിച്ച കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ച് റിമാർക്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എങ്ങനെ ബെറ്റർ ആവാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജേണലിൽ എല്ലാം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ട്രേഡ് നമ്മൾ മെയിൻലി 3 ട്രേഡാണ് കഴിഞ്ഞ വീക്ക് എടുത്തിട്ടുള്ളത്. ബിക്കോസ് കഴിഞ്ഞ വീക്ക് ഒരുപാട് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, ഓരോന്നിൻ്റെയും എൻട്രി എടുത്തതിൻ്റെയും. പിന്നെ 14th, 15th and 16th ഈ 3 ദിവസമാണ് നമ്മൾ എൻട്രീസ് എടുത്തിട്ടുള്ളത്. 2 ദിവസം ബ്രേക്ക് ഈവനും 1 ദിവസം നമ്മൾ പ്രോഫിറ്റിൽ ഏകദേശം $25 പ്രോഫിറ്റും ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീക്കിൽ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 14th നോക്കുവാണെങ്കിൽ 14th ഒരു നല്ല എൻട്രി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 14th ഏകദേശം നമ്മളൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഞാൻ മെയിൻലി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സപ്ലൈ സോണിൽ നിന്ന് നമുക്കൊരു താഴത്തോട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ കിട്ടി. പക്ഷേ അവിടെ നമുക്ക് 1:1 നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഞാൻ നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നല്ല റാലിയാണ് ഇതിങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റും നല്ലൊരു എൻട്രിയും തന്നെ കിട്ടിയിട്ടുണ്ടായേനെ. അപ്പോൾ നമുക്കിനി ബെറ്റർ ആക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടാർഗറ്റ് പ്ലേസ്മെൻ്റ് ആണ്. ടാർഗറ്റ് പ്ലേസ്മെൻറ്റ് ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല എൻട്രീസ് കിട്ടും. അതുപോലെ തന്നെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും പറ്റും. അപ്പോൾ അതാണ് 14th തീയതിയിലത്തെ ഒരു മിസ്റ്റേക്കും കുറച്ച് റിമാർക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നീട് റിമാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ബെറ്റർ ഒരു റിസ്ക് റിവാർഡ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മളിവിടെ മെയിൻലി കൊടുത്തിട്ടുള്ളത്. പിന്നുള്ളത് 15th തീയതിയാണ്. 15th തീയതിയും സെൽ സൈഡ് തന്നെയാണ്. 3 ദിവസം സെൽ എൻട്രി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3 ദിവസം ഇനിയുള്ള 2 ദിവസം ബ്രേക്ക് ഈവനാണ്. ബ്രേക്ക് ഈവൻ ആയത് മെയിൻ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി തന്നെ, അതായത് 1:3 to 1:5 വരെ കിട്ടേണ്ട എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 15th തീയതിയിലത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ SL ട്രേഡ് 1:1 വന്നപ്പോഴത്തേനും ഞാൻ SL ട്രെയിൽ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് കുറച്ച് ആ ചോപ്പിനെസ്സിൽ നമ്മുടെ SL കയറി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു ക്ലോസിങ്ങിൽ നല്ലൊരു ബെറ്റർ ഒരു 1% 2% അപ്പിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയാണ്. ഞാൻ പെർ എൻട്രിയിൽ ഞാൻ $25 റിസ്ക് ചെയ്യുക. അതായത് എൻ്റെ അക്കൗണ്ടിൻ്റെ 0.5% 0.5 to 0.1%, 1% റിസ്ക് ചെയ്യാറുണ്ട്, 0.5% റിസ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ സെറ്റപ്പ് അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. പിന്നെ 16th തീയതിയിലത്തെ എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് നമുക്ക് ഫോളോ ചെയ്ത് ബെറ്റർ എൻട്രി നോക്കാമായിരുന്നു. ഇത് കുറച്ച് നല്ല മൂവ്മെൻറ്റ് തന്നെയാണ് കിട്ടിയതെങ്കിൽ പോലും അത് 1:1 അപ്പോൾ ഞാൻ ബ്രേക്കിങ് കയറ്റി വെച്ചു. അതും കയറി വന്നടിച്ചു. അതും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. അപ്പോൾ ഇനി 1:1 വരുമ്പോൾ 1:1 SL ട്രെയിൽ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി നോക്കിയിട്ട് ട്രെയിൽ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ബെറ്റർ RR കിട്ടും. പിന്നെ മേജർ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ ജേണലിൽ എഴുതിയ കാര്യങ്ങളായിട്ട് പറയുന്നത്. രണ്ടെൻ്റെ ഓപ്പൺ സെഷനിൽ മാത്രം എൻട്രീസ് എടുക്കുക. പിന്നെ SLനും TPയും സ്വിങ്ങും ഐസിലും മാക്സിമം പ്ലേസ് ചെയ്യാൻ നോക്കുക. അതാണ് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻറ്റ്. അതായത് എൻ്റെ SL അടിക്കാനുള്ള ട്രെയിലിംഗ് SL ആണ് എൻ്റെ കൂടുതലും പോയേക്കുന്നത്. അതായത് SL കയറ്റി വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെക്കാത്തതുകൊണ്ടാണ് SL വന്നടിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ റിഫൈൻ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. എനിവേസ്, അപ്പോൾ നമ്മൾ ഈ വീക്ക് ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റി. പിന്നെ നോക്കുകയാണെങ്കിൽ മെയിൻലി എന്താ പറയുക, ഓവറോൾ നമ്മൾ പ്രോഫിറ്റബിളാണ്. ഓവറോൾ ഈ മന്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5% നമ്മൾ അപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം റിസ്ക് എടുത്ത് 1% റിസ്ക് എടുത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ അക്കൗണ്ട് 1:3 1:2 എന്നുള്ള രീതിയിൽ റിസ്ക് എടുത്തിട്ട് മാക്സിമം ഫണ്ടിങ്, അതായത് മാക്സിമം ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് വിഷ് ചെയ്യുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.